സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ഏത് പാറ്റേൺ ആയാലും ഒന്നാമത് UDF ആണല്ലോ, അതുമാത്രമാണ് ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. ബാക്കി രണ്ടും മൂന്നും തമ്മിൽ അവർ മത്സരിച്ചോട്ടെ. ഏത് പാറ്റേണിലാണേലും ഈ രണ്ട് നിങ്ങളയക്കോ 3 ഞങ്ങളയക്കോ 2 3 നിങ്ങളയക്കോ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. തെരഞ്ഞെടുപ്പ് അങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രമേശ് പിഷാരടി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ പാലക്കാട്ടെ വെയിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ബാധിക്കുന്നില്ല. കാരണം എല്ലാവരും ഇത് വലിയൊരു ഉത്തരവാദിത്വവും ആവേശവുമായി ഏറ്റെടുത്തുകൊണ്ട് ഒപ്പം കൂടിയിരിക്കുകയാണ്, ഒപ്പം നിൽക്കുകയാണ്. വേറെ പറഞ്ഞ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഇവിടെ വർക്ക് ചെയ്ത് പരിചയമുള്ള ഈ കോട്ട ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം നിലകൊള്ളുന്നൊരു വലിയ ടീം ഒപ്പം ഉള്ളതൊരു വലിയ സഹായമാണ്. അപ്പോൾ അവരുടെ ആവേശം കാണുമ്പോൾ നമുക്ക് വെയിലൊന്നും കാണാനുള്ള സമയമില്ല. അതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് മറക്കുകയാണ്, ചൂട് അറിയുന്നില്ല, അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കളം പിടിച്ച് വരുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KC വേണുഗോപാലൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം പാലക്കാട് മണ്ഡലത്തിൽ BJP LDFന്റെ ഒരു വലിയ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അത് നമ്മളിനി എടുത്തു പറയുകയോ അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള നേതാക്കൾ പറയുകയോ ഒന്നും വേണ്ട. സാധാരണ ജനങ്ങൾ വെറുതെ ഒന്ന് ഇതിൻ്റെ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു മണ്ഡലം വെച്ചല്ല, ടോട്ടൽ ജില്ലകളുടെയൊക്കെ നിയോജകമണ്ഡലിൻ്റെ പാറ്റേൺ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടാണ് ഡീല്, ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾ സംവേദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണഫലങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് സത്യത്തിൽ നമ്മളാരും പറയണ്ട. നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ തന്നെ നല്ല അനുഭാവികളോട്, നല്ല ഇടതുപക്ഷക്കാരോട് ചോദിച്ചാൽ അവരുടെ ഭാഗത്ത് തന്നെ അവർക്ക് തന്നെ അതിലൊരു വലിയ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ ഇടതുപക്ഷത്തു നിന്ന് ഈ ഡീലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ഗുണകരമായി വോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടെന്നും അല്ലല്ലോ. വോട്ട് ജനങ്ങളാണ് നിശ്ചയിക്കുന്നത്. അല്ലെ പഴയ കാലത്തെ പോലെ നമ്മളെന്തെങ്കിലും ഡീല് പറയൽ കാര്യങ്ങളിലൊന്നുമല്ല. ജനങ്ങളും അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കൊരു വലിയ ഭരണവിരുദ്ധ വികാരം നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ കുറേ അധികം നാളുകളായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാകുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ LDF പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഒന്നാം സ്ഥാനത്ത്, രണ്ടാമത് LDF, പിന്നെയാണ് BJP. അതേ ഒരു പാറ്റേൺ ഇവിടെ ആവർത്തിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ അല്ല. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ഏത് പാറ്റേൺ ആയാലും ഒന്നാമത് UDF ആണല്ലോ, അതുമാത്രമാണ് ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. ബാക്കി രണ്ടും മൂന്നും തമ്മിൽ അവർ മത്സരിച്ചോട്ടെ. ഏത് പാറ്റേണിലാണേലും ഈ രണ്ട് നിങ്ങളയക്കോ 3 ഞങ്ങളയക്കോ 2 3 നിങ്ങളയക്കോ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഒന്നാം സ്ഥാനം നമുക്കാണല്ലോ, അത് അങ്ങനെ തന്നെ ഇരിക്കും. യൂദാസുമാര് എല്ലാ കാലത്തും എല്ലാ വിഭാഗങ്ങളിലും എല്ലായിടത്തും ഒറ്റുകാര് യൂദാസുമാര് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ പറയുന്ന NMR റസാഖ് എന്ന് പറയുന്നത്. റസാഖിനെ സംബന്ധിച്ചിടത്തോളം റസാഖിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ റസാഖിന് പണമുണ്ട്, ബിസിനസ്സുണ്ട്, കച്ചവടക്കാരനാണ്, ആ രീതിയിലുള്ള ഒരു ഫെയിമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. എന്താണത്? അധികാരമാണ്. അധികാരത്തിന് വേണ്ടി കാല് നക്കലാണല്ലോ ഈ ഏർപ്പാട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പം പുറത്തേക്ക് വരുന്നത്. NMR റസാഖ് ഈ പറയുന്ന സുരേഷ് ഗോപിയുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? NMR റസാഖിന് എന്താണ് വേണ്ടത്? അധികാരം വേണം. അധികാരം എന്തിനാണ്? തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളരെ സംരക്ഷിച്ച് പിടിക്കാനുള്ള അധികാരം വേണം. അതിനു വേണ്ടിയിട്ടാണ് NMR റസാഖ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. റസാഖിന് ഇപ്പോൾ കിട്ടിയ ഓഫർ എന്താ? അധികാരമില്ലെങ്കിലും നിന്റെ ദേഹത്ത് ഒരു പൊടി മണ്ണ് പോലും ആരും വാരിയിടില്ല എന്നുള്ള ഉറപ്പ് ആരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നു? സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നു. ആ ചർച്ച നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്, അല്ലേ? നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതും അതിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഡീലുകൾ, അതായത് കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് ചിലയിടങ്ങളിൽ ഒക്കെ, ചില സ്ഥലങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കും. പക്ഷെ അവിടെ എത്തുന്നത് ആരാണ്? രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന പാലക്കാട്, മറ്റൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇവിടങ്ങളിൽ വളരെ കൃത്യമായിട്ട് ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ചർച്ച നടത്തിയതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ പറയുന്ന നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന മറ്റൊരു ചിത്രം എന്ന് പറയുന്നത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ചിത്രത്തിലുള്ളത് ഒന്ന് സുരേന്ദ്രനാണ്. അതുപോലെ സുരേന്ദ്രനുമായിട്ട് ചർച്ച നടത്തുന്നത് മഞ്ചേശ്വരത്ത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തിയുടെ അളിയനാണ്. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തിയുടെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തിയുടെ
അളിയനാണ് കെ സുരേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നത്. സുരേന്ദ്രൻ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡീലുകൾ വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ ഇവിടുത്തെ സഖാക്കളോടും സംഘികളോടും പറയാം. ഒറ്റ ചുരുക്കത്തിൽ ഇപ്പം സഖാവും സംഘിയും ഒക്കെ ലോപിച്ച് സംഘാവായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ എത്രയൊക്കെ ഡീല് നടത്തിയാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിങ്ങളുടെ ഏജൻറ്റ് RSS ഏജൻ്റായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ എത്രയൊക്കെ ഡീലുണ്ടാക്കിയാലും കേരളത്തിലെ പൊതുസമൂഹം ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പാണ് ഈ ഏപ്രിൽ 9 അവരുടെ മുന്നിലേക്ക് വരുന്നത്. ആ കാത്തിരിപ്പ് ജനം വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കുകയും തന്നെ ചെയ്യും. ഞാൻ ഇത് പറയുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ സഖാക്കളോട് വലിയ ഒരു എന്താ പറയേണ്ട അരിശം നമ്മളുടെ മനസ്സിൽ വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അധികാരത്തിലിരിക്കണം, അത് സംഭവമുള്ള കാര്യമല്ല. ഇനി എന്താണ് അതിനുള്ളൊരു വഴി? അതിനുള്ളൊരു വഴി UDFൻ്റെ സീറ്റുകളുടെ എണ്ണം കുറക്കണം, വിജയത്തിൻ്റെ മാറ്റ് കുറക്കണം. എന്നിട്ട് ആ എണ്ണം കുറയുമ്പോൾ അത് CPMന് കിട്ടൂല, പക്ഷേ BJPയുടെ വോട്ട്, ഈ പറയുന്ന BJPയുടെ അംഗങ്ങളുടെ എണ്ണം ഉണ്ടാക്കാൻ പറ്റും. BJP ഒരിക്കലും അധികാരത്തിലേക്ക് എത്തില്ല എന്നുള്ളത് CPMന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ BJP അധികാരത്തിലേക്ക് വരില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവരുടെ എണ്ണം കൂട്ടുക. എന്നിട്ട് ഈ പറയുന്ന, നിങ്ങൾ ആലോചിക്കണം, ഈ ഡീലുകൾ കേരളത്തിൽ വിവിധയിടങ്ങളിലുണ്ട്. അതും എസ്പെഷ്യലി ഡീലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലാണ്. ഈ പറയുന്ന സംഘ് പരിവാറിന് സഹായം ചെയ്ത് സംഘ് പരിവാറിനെ വിജയിപ്പിച്ച് UDF സ്ഥാനാർത്ഥിയുടെ എണ്ണം കുറക്കുക. അവിടെ അത്തരം ഡീലുകൾ നടന്നിടത്തൊക്കെ BJPക്കാരൻ വിജയിച്ചാലും കോൺഗ്രസ്സുകാരൻ വിജയിച്ചാലും CPMകാരൻ എന്തായാലും വിജയിക്കില്ല എന്നുള്ള കാര്യം CPMന് തന്നെ ഉറപ്പാണ്, സഖാക്കൾക്ക് തന്നെ ഉറപ്പാണ്. അപ്പോൾ അവിടങ്ങളിൽ ആരാണ് അധികാരത്തിലേക്ക് വരാൻ? സഖാക്കൾ അധികാരത്തിലെത്താൻ, പിണറായി വിജയൻ CPM അധികാരത്തിലെത്താൻ തടസ്സമായി നിൽക്കുന്നത് ആരാണ്? UDF ആണ്. അപ്പോൾ UDFൻ്റെ വിജയം ഇല്ലാതെയാക്കുക. അതുവഴി UDF അധികാരത്തിൽ വരാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് BJPയെ പ്രോത്സാഹിപ്പിച്ചിട്ട് അതുവഴി അധികാരത്തിലേക്ക് എത്താനുള്ള വഴികളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ പറയുന്ന CJP കൂട്ടുകെട്ട് എന്ന്. അപ്പോൾ ഇത് എപ്പം മുതൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ഇത് കുറച്ച് കാലങ്ങൾ, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഡീലുകളുടെ ഭാഗമായിട്ടുള്ള പല ഡീലുകളും പിണറായി വിജയനും RSSും തമ്മിൽ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, തൃശ്ശൂരിൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത് പിണറായി വിജയനാണ്. മനസ്സിലായില്ലേ? അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നു, അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നു. ലോക്സഭയിലേക്ക് ഒരു മെമ്പർ പിണറായി വിജയൻ്റെ വക. തിരിച്ചെന്ത് കിട്ടും? 2 വർഷം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ട വിധത്തിൽ സഹായങ്ങൾ നൽകാമെന്നുള്ളതാണ് RSSൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് RSS മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം കൂടിയാണ്, തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അംഗം, അതോടൊപ്പം 2025 ഇത് 24 ഉണ്ടാക്കിയ ഡീലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2025 വരാനിരിക്കുന്ന എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും 2025 കഴിഞ്ഞില്ലേന്ന്. അത് എടോ, ഈ ഡീൽ ഉണ്ടാക്കിയത് 2024 മുൻപാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ഡീലാണ്. ആ ഡീലിൽ പറയുന്ന കാര്യമാണ്, വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം. അങ്ങനെ ഈ 2 ഡീലുകളാണ്, ആവശ്യങ്ങളാണ് RSS മുന്നോട്ട് വെച്ചത്. അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ തന്നെ അധികാരത്തിലിരുത്തുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നുള്ളതാണ്. RSS അത്തരമൊരു വാഗ്ദാനം, RSSന് ഇപ്പോൾ പിണറായി അധികാരത്തിലിരുത്തിയിട്ട് എന്താ കാര്യം? കാരണം മറ്റൊന്നുമല്ല, RSSന് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നുള്ളത് RSSന് ഉറപ്പുള്ളതാണ്. പിന്നെ ആരധികാരത്തിൽ വരണം? RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന വ്യക്തി കസേരയിലിരിക്കണം.
അത് തന്നെയാണ് അവരെ ഇപ്പോൾ നോക്കണം നിങ്ങൾ. കാരണം അധികാരം നമുക്ക് കിട്ടില്ല, പക്ഷെ നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായാൽ മതി. അധികാരം കിട്ടിയതിന് തുല്യമാണല്ലോ. ഇതാണ് RSSന്റെ അജണ്ട എന്ന് പറയുന്നത്. അത് പിണറായി വിജയനിലൂടെ നടപ്പിലാക്കുക. പിണറായി വിജയൻ ഇതിനെങ്ങനെ സമ്മതിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഡീലുകൾ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിരിക്കുന്ന ഡീലുകളാണ്. മനസ്സിലായില്ലേ? പിണറായി വിജയൻ ആദ്യമായിട്ട് കേരളത്തിൻ്റെ നിയമസഭയുടെ പടിവാതിൽക്കൽ പിണറായി വിജയൻ കാണുന്നത് എങ്ങനെയാ? അതും ഈ പറയുന്ന RSSുമായിട്ടുള്ള ഡീലിലൂടെയാണ്. അത് കഴിഞ്ഞ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ പല ഡീലുകളും RSSുമായി നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴും ഇതുപോലെ ഒരുപാട് ഡീലുകൾ RSSുമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡീലുകളുടെയൊക്കെ ആകത്തുകയാണ് നമ്മളിപ്പോൾ മഞ്ചേശ്വരത്ത് കാണുന്നത്, നമ്മളിപ്പോൾ പാലക്കാട് കാണുന്നത്, അങ്ങനെ കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവൻ നാട്ടികയിൽ പോലും നമ്മൾ കാണുന്നത് അതാണ്. അങ്ങനെ ഒരുപാടിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടിട്ട് CPM തോൽക്കുമെന്ന് ഉറപ്പുള്ള ചില മണ്ഡലങ്ങൾ, തോൽക്കുമെന്ന് ഒരു കാരണവശാലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കാതിരിക്കാൻ, കാരണം കോൺഗ്രസ് വിജയിച്ചാൽ ആ ആനുകൂല്യത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും. അപ്പോൾ കോൺഗ്രസ് വിജയിക്കാതിരിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും, കാരണം CPMന് അധികാരം തടസ്സമായി നിൽക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. BJP വിജയിച്ചതുകൊണ്ട് CPMൻ്റെ അധികാരമോഹം അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടൂല. അവിടെയാണ് വളരെ കൃത്യമായിട്ട് BJPയുമായി ഡീലുകൾ ഉണ്ടാക്കിയിട്ട് BJPയെ വിജയിപ്പിക്കുവാനുള്ള, സംഘപരിവാറിനെ വിജയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കിയിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം അതൊരു ട്രെയിലർ രൂപേണ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ. അതിൻ്റെ പിണറായി വിജയൻ്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയെടുക്കുന്ന കർമ്മം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ പൊതുസമൂഹം നടത്തുമെന്നുള്ളതാണ്. അതിനുവേണ്ടി ജനം കാത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെ കളികൾ, നാറിയ നെറികെട്ട തെമ്മാടിത്തരങ്ങൾ, ചെറ്റത്തരങ്ങൾ പിണറായി വിജയൻ RSSുമായിട്ട് ചേർന്ന് എന്തൊക്കെ നടത്തിയാലും അത് കേരളത്തിൽ വില പോകില്ല എന്നുള്ളത് പിണറായി വിജയന് വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കാമെന്ന് തന്നെയാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? പറഞ്ഞു വരുന്നത് 2024 മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ നടത്തി വന്ന ഡീലുകളുടെ ഒരു പര്യവസാനമായിട്ടാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് സംഘപരിവാരവും CPMും കാണുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത ഡീലുകളിലേക്ക് കടക്കും. 2024 ഉണ്ടാക്കിയ ഡീല് അതിൻ്റെ കാലാവധി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവസാനിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ പാലക്കാട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് NMR റസാക്കിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി NMR റസാക്കുമായിട്ട് സുരേഷ് ഗോപിയെ സംസാരിപ്പിച്ച് ഡീലുകളാക്കി വളരെ കൃത്യമായിട്ട്. നിങ്ങൾ നോക്ക്, NMR റസാക്കിനുമായിട്ട് സംസാരിച്ച രണ്ട് പ്രധാന വ്യക്തികൾ, ഒന്ന് സുരേഷ് ഗോപിയാണ്, മറ്റൊന്ന് പിണറായി വിജയനാണ്. മനസ്സിലായില്ലേ? പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാക്കിയ NMR റസാക്കിന് സുരേഷ് ഗോപിയുമായിട്ട് എന്താണ് പുതിയ ഇടപാട്? എന്താണ് ഇടപാട്? ഒരു ഇടപാടുമില്ല. അപ്പോൾ ഈ ഡീലുകളാണ് ഇവർ ചർച്ച ചെയ്ത് വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2024 സുരേഷ് ഗോപിയെ വിജയിപ്പിക്കൽ എന്നുള്ള ആവശ്യത്തിൽ നിന്ന് RSS തുടങ്ങി അവസാനം RSSൻ്റെ രണ്ട് ആവശ്യങ്ങൾ, ഒന്ന് പ്രധാനപ്പെട്ടതും സുരേഷ് ഗോപിയുടെ വിജയം, രണ്ടാമത്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം. അത് രണ്ടും പിണറായി വിജയൻ ദാനമായി നൽകി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിണറായി വിജയൻ ദാനമായി നൽകി. അത് കഴിഞ്ഞിട്ട് ഇനി RSSൻ്റെ ഊഴമാണ്. ആ ഊഴമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനം ഈ ഡീല് പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വിജയനും വേണ്ട, RSSനും വേണ്ട എന്നുള്ളതാണ്.